സി.എം. വലിയുള്ളാനെ പറ്റി പല ആളുകളും അത് പറയുന്നവരുണ്ട്. പറഞ്ഞ് കാട് കയറിപ്പോവും. കണ്ണോട്ടൻ ആനൽ കാണാൻ പോയാലോ എല്ലാവരും പറയൽ അവരങ്ങനെയാണ് ഇവരെങ്ങനെയാണ്. അങ്ങനെയൊന്നും എല്ലാവരും അവരെ സംബന്ധിച്ച് ശരിക്ക് ചെറുപ്പത്തിലേ അറിഞ്ഞ് മനസ്സിലാക്കി അവരെ ബഹുമാനിച്ചു കൂടിയ ഒരാൾ സുൽത്താൻ ഉലമാന്റെ മാതിരി വേറെ ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട സി.എം. വലിയുള്ളാന്റെ പിതാവ് വലിയ പണ്ഡിതനാണ്. പിതാവിൻ്റെ പിതാവും വലിയ പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ട അവരെ പിതാവിൻ്റെ പിതാവ് ഒക്കെ വലിയ ആലിമീങ്ങളും ആ നാട്ടിലെ ഖാദിമാരും ജനങ്ങൾക്ക് സേവനത്തിൽ വലിയ മുദ്ര പതിപ്പിച്ച ആളുകളുമാണ്. പിതാവിൻ്റെ പിതാവ് 14 ഹജ്ജ് 2 ഹജ്ജ് നടന്ന് ചെയ്ത ആളാണ് അവർ. അപ്പം അവരെ വാപ്പ അങ്ങനെ വയന്ന് പറയാൻ പോവുകയും തീർച്ചയായിട്ടും ചെയ്യുന്ന ഒരാളാണ്. ഒരിക്കലും ഹറമിൽ പോയ സമയത്ത് അവിടെ നിന്നാണ് സി.എം. വലിയുള്ളാനെ സംബന്ധിച്ചുള്ള നിർദ്ദേശം അവർക്കുണ്ടായത്. നിങ്ങൾക്കൊരു വലിയ ജനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. തുടക്കം അതാണ്. അങ്ങനെ ഇവിടെ വന്ന് വയതിൻ്റെ സദസ്സിൽ ഒരു കാര്യപ്പെട്ട മഹാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഒരു വലിയൻ്റെ പിതാവ് വഹിക്കുന്നതാണ്. അങ്ങനെ പൂർവികരായ മഹത്തുക്കൾ സ്വപ്നത്തിലൂടെയും അല്ലാതെയും വിശാരത്ത് നൽകപ്പെട്ട അമ്പിയാക്കളെ വിശാരത്ത് നൽകിയത് നമുക്കറിയാം. ഔലിയാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ വിവരങ്ങൾ നൽകപ്പെടുന്നു. ബഹുമാനപ്പെട്ട പിതാവിനും പല ആളുകൾക്കും അറിയിക്കപ്പെട്ടു. അങ്ങനെ ബഹുമാനപ്പെട്ട സി.എം. വലിയുള്ളാഹി അവർ ജനിച്ചിട്ട് എന്താണ് അവർ ചെയ്തത്? 30 കൊല്ലത്തോളം ഇൽമു പഠിച്ചു. എങ്ങനെ ഇൽമു പഠിക്കൽ? ഒരു കിതാബ് ചെല്ലിച്ചാൽ ആ കിതാബ് പിന്നെ നോക്കൂല. എന്താണ് ഉസ്താദ് ചോദിച്ചാൽ അതിനൊക്കെ മറുപടി അറിഞ്ഞു കൊടുക്കും. ഇതല്ലേ ഏറ്റവും വലിയ കറാമത്ത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോചിതത്തിൽ ഏറ്റവും വലിയ മോചിതത്ത് ഇൽമാണ് ഏറ്റവും വലിയ കറാമത്തായിട്ട് ഔലിയാക്കൾ. ഇത്രയധികം ഇൽമ്, അതിൻ്റെ എല്ലാ വിഷയങ്ങളും ഇംഗ്ലീഷും തമിഴും ഉറുദുവും ഭാഷകളറിയുക, മറ്റു വിഷയങ്ങളറിയുക, എല്ലാ കാര്യങ്ങളും വിശദമായി പഠിച്ചു. ഈ പഠിക്കുന്ന കാലത്ത് ഒന്ന് പഠിച്ചാൽ അതനുസരിച്ച് മുത്താലിമായ കാലത്ത് നടന്നു പോകുമ്പോൾ 3 നേരവും നടന്നു പോകുന്ന സമയത്ത് കൂടെ പോണ ആളെ ഒരക്ഷരം മിണ്ടൂലോലെ, ഒരനാവശ്യ സംസാരം ചെറുപ്പത്തിലേ ഇല്ല, ഒന്ന് മുറിയുന്ന അവസരമില്ല. അങ്ങനെ പഠിച്ച് വലിയൊരു ബാക്കിയാത്ത് സ്വാലിയാത്ത് പാസായി മടവൂരിൽ വന്ന് ദർസെടുത്തി. അങ്ങനെ 10 കൊല്ലം ദർസെടുത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ നഖ്ശബന്ദി എന്ന് പറയുന്ന ശൈഖിൻ്റെ അടുക്ക് 10 കൊല്ലം പോയി പിന്നെയും ഖിദ്മത്ത് എടുക്കുകയാണ്. അവർ വഫാത്തിൻ്റെ ശേഷമാണ് പിന്നീട് പുറത്തൊക്കെ ഇങ്ങനെ ഇറങ്ങലും നടക്കലും തുടങ്ങിയത്. ഈ നടക്കുന്ന കാലത്ത് അവർ ചെയ്തതെന്താ? 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് സമാധാനം നൽകി. സ്വാതന്ത്ര്യ പ്രവർത്തനം. ഇന്നിപ്പോൾ പലരും സ്വാതന്ത്ര്യ പ്രവർത്തനം നടത്തുന്നവരുണ്ട്. എന്താ സമാധാനം കൊടുക്കല? ഒരു ദിവസം 700-800 ആൾ അവരെ കാണാൻ വരും. അവർക്ക് മുഴുവനും ആവശ്യമുള്ളത് പറഞ്ഞു കൊടുക്കും. ഇവിടുന്ന് നമ്മുടെ സുബൈർ ഹുസിയാർ പോയിക്കുന്നത്, താഹമലിയാർ പോയിക്കുന്നത്, പല ഇയാൾ പോയി. നിങ്ങളുടെ പേരെന്താ? ജബ്ബാർ ഹുസിയാർ. അങ്ങനെ പലരും പോയിക്കുന്നു. ഇവർ പോയ ആളുകൾ ഒരു പ്രാവശ്യം കണ്ട വിഷയം ഒരു പറഞ്ഞാൽ ജീവിതത്തിൽ അത്ര വലിയൊരു സന്തോഷമുള്ള കാര്യം അവർക്ക് പറയാൻ വേറെ ഉണ്ടാവില്ല. കോടിക്കണക്കിന് ആളുകൾ അവരെ കണ്ടു. ഒന്ന് മുഖത്ത് നോക്കി ചിരിച്ചാൽ അവർ ചെന്നാൽ എന്താ പേര്, എന്താ വന്നത്, പോകാം, കഴിഞ്ഞ്. പിന്നെ അത്യാവശ്യം എന്താ പറയാനുണ്ടോ ചിലപ്പോൾ പറഞ്ഞു നിൽക്കും. അങ്ങനെ സ്വാതന്ത്ര്യം നൽകി ഓരോരുത്തർക്കും. അവർ വരുന്നത് ചിലപ്പോൾ രോഗം മാറാനായിരിക്കും, അല്ലെങ്കിൽ വേറെ കടം വീടാനായിരിക്കും, അല്ലെങ്കിൽ വെച്ച കച്ചവടത്തിനായിരിക്കും. രണ്ടാമത് അവരുടെ അടുത്ത് പോണത് അവരെ പാരത്രികമായ ചിന്തയും അതിൻ്റെ വളർച്ചയ്ക്കും ആവശ്യപ്പെട്ടുകൊണ്ട് അവരെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന പണിയാണ് അവർ ചെയ്തത്. ഇൽമു പഠിച്ചിട്ട് ജനങ്ങളെ സേവനത്തിന് വേണ്ടി തയ്യാറായപ്പോൾ ഇൽമു പഠിച്ച് അമൽ ചെയ്യുമ്പോൾ അള്ളാഹു അവരുടെ കയ്യാവും കാലാവും കണ്ണാവും എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്തൊക്കെയോ അള്ളാഹു എന്തൊക്കെ വേണോ അതൊക്കെ കൊടുക്കുന്നതിൻ്റെ അർത്ഥമോ എല്ലാം കൊടുക്കല്ലോ. അങ്ങനെ കൊടുത്ത ഒരാളിവിടെ ധാരാളം നമുക്കൊക്കെ കാണിച്ചു തന്നു, അനുഭവത്തിൽ കണ്ടു. അതാണ് ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് പറഞ്ഞാൽ എഴുതിയാലോ യാതൊരു ഹദ്ദും ഹസ്റുമില്ല. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ബഹുമാനപ്പെട്ട കാന്തപുരം സാദ് പറയുന്ന എൻ്റെ ലാഹിറും ബാത്തിനുമായ
മുറബി അവരാണെന്ന് സ്ഥാനത്താനല്ല പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം വേറെ എന്താ പറയാനുള്ളത്? ബഹുമാനപ്പെട്ടവരെ അവർ വഫാത്തായ സമയത്ത് ഉടനെ ഓടിയെത്തുന്നു. 9:30 മണിക്ക് 9:15 മണി സമയത്ത് വെള്ളിയാഴ്ച രാവിലെ വഫാത്താകും. അത് തന്നെ വഫാത്താകുന്ന ആ സമയമോ ഞങ്ങളൊന്നൊരു ഇതിൽ വായിച്ച് സൗദി അറേബ്യയിലെ സമയമാണ് പോലെ എപ്പോഴും വാച്ച് ശരിയാക്കിക്കുക. അവിടുത്തെ സുബൈൻ്റെ സമയത്താണ് വഫാത്ത്. ജനിക്കുന്നത് ഫീ റബീഇൽ അവ്വലി മൗലീദി ഖൈരിൽ മുർസലീൻ ഫിറനാസും ബിഹുബ്ബി സിയമിനൽ വലീൻ വല മൗലൂദ് കാണാം. റബീഉൽ അവ്വൽ 12 സുബൈനെ ഉൾപ്പെട്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വഫാത്തായ അതേ സമയത്താണ് സിയം വലിയുല്ലാഹി വഫാത്താകുക. ആലോചിച്ചു. ആ രാത്രിയെ ഒരാൾ ബഹുമാനിച്ചാൽ അവന് എല്ലാ വിജയവും കിട്ടി നാം വലിയ മഹാന്മാർ പറയുന്നത്. ലൈലത്തുൽ ഖദറിലേക്കാണ് പ്രധാനപ്പെട്ട സമയമാണ് റബീഉൽ അവ്വൽ 12 എന്നാണ് പറയുന്നത്. ആ സമയത്ത് സുബൈൻ്റെ അല്പം മുൽപ്പെട്ടാണ് സിയം വലിയുല്ലാഹിനെ പ്രസവിക്കുന്നത്. റസൂലുള്ളാഹിനോടുള്ള ആ ഒരു ബന്ധത്തിൻ്റെ പ്രകടനം. വഫാത്ത് 63-ാമത്തെ വയസ്സിൽ. ആലോചിച്ചു. നമ്മളൊക്കെ റസൂലുള്ളാഹിന്റെ പ്രിയവും മഹബത്ത് പറയുന്നല്ലാണ്ട് സുബ്ഹാനഹു അവിടുത്തെ ഇൽമു പഠിച്ച് അവിടുത്തെ മഹബത്ത് ജീവിതത്തിൽ ഇങ്ങോട്ട് പകർത്തുന്നതിന് വേണ്ടി എത്രമാത്രം അധ്വാനമാണ് അവർക്ക്. അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ബന്ധം, അവിടുത്തെ ഇൽമു പഠിച്ച് അവിടുത്തെ മഹബത്ത് അങ്ങോട്ട് അതിനു വേണ്ടി മാത്രം ജീവിച്ച് ജനങ്ങൾക്ക് സാധനം നൽകി. ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ വഫാത്തിൻ്റെ സമയത്ത് അവിടെ എത്തി. അവസാനത്തെ തൽക്കീൻ ചൊല്ലിക്കൊടുത്ത് ബഹുമാനപ്പെട്ടവർ ആദ്യത്തെ ദിയാർത്ത് എതിർത്ത് അവർ കുളിപ്പിക്കാൻ അവർ കൂടി. അങ്ങനെ എന്ത് വിഷയമുണ്ടെങ്കിലും ഹയാത്ത് കാലത്ത് ഏത് കാര്യം അവരോട് ചോദിക്കാൻ പോകും. പിന്നീട് വഫാത്തിന് ശേഷം എപ്പോഴും അവരുമായി ബന്ധപ്പെടും. ഇപ്പം എന്തോ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടെങ്കിൽ സാധാരണ ഓരോ മധുഹ് ദർസിൽ ഇങ്ങനെ പറയും. നിങ്ങൾ അവിടെ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചു നോക്കി. എപ്പോഴും പ്രസംഗത്തിൽ അവരെ മധുഹ് പറയും, അവരെ ചരിത്രം പറയും. അവരെ ചരിത്രം പറയുന്ന സമയത്ത് അവരുമായി ബന്ധപ്പെടുമ്പോൾ അവർ കൂടെ ഉണ്ടാകും. അവർക്കൊരു ഫാത്തിഹ ഓതിയാൽ മതി. എന്ത് വിഷയത്തിലൊരു ഫാത്തിഹ ചെറിയ നേർച്ചാക്കി അപ്പം ബലം ഉണ്ടാവും. നമ്മൾ നോക്കി. അത് സിയം വലിയുന്ന തന്നെ പറഞ്ഞതാ. ഞാൻ നേരത്തെ പറഞ്ഞ കഥ വിട്ടുപോയി. അങ്ങനെ മോളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ആ റാത്തീബ് ചെല്ലുന്ന ആ വീട്ടുകാരൻ്റെ അഹമ്മദ് കോയ എന്ന് പറഞ്ഞ ബാബുവിനോട് പറഞ്ഞ്, ബാബു 21 ഫാത്തിഹ ഓതുക. 21-ാമത്തെ ഫാത്തിഹ ഇലാ ഹദറത്തി ഖുതുബുൽ ആലം റഈസി സാഹിദീന മിൻ മശാരിഖിൽ അർളി ഇലാ മഗാരിബിഹാ ശൈഖ് മുഹമ്മദ് അബീബക്കറിൽ മടവൂരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് എന്ന് ചെല്ലുക എന്ന് ബഹുമാനപ്പെട്ട സിയം വലിയ നേരിട്ട് പറഞ്ഞു കൊടുത്തതാ. ബഹുമാനപ്പെട്ടവരെ പറ്റി പറയാൻ ലോകത്ത് അർഹതയുള്ള ആൾ ബഹുമാനപ്പെട്ട താജ് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമയാണ്. കാരണം അവരെ ചെറുപ്പത്തിലെ അവരെ പറ്റി അടുത്ത നാടാണ്. കേൾക്കാൻ തുടങ്ങും, അങ്ങനെ കാണാൻ പോകും. ഒരു കാലത്ത് കാണാൻ പോയ സമയത്ത് രാത്രി നേർ വെളുക്കുന്നവരെ അവർ സുന്നത്ത് കയറിക്ക് പോകും. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നിൽക്കുന്ന പോലെ കാണാൻ വേണ്ടി. കാണാൻ പോയാൽ പിന്നെ പോയിക്കാളല്ലേ അത് വീടല്ലേ, അനുവാദമില്ലാതെ കടക്കാൻ പറ്റുമോ? അങ്ങനെ ഉറക്കു കഴിഞ്ഞ് സുബഹി വരെ നിന്ന് അങ്ങനെ ബന്ധപ്പെട്ടവരെ ബഹുമാനപ്പെട്ടവരെ നിങ്ങൾ നോക്കി. അവരോട് പറഞ്ഞത്, നിങ്ങൾ വിദേശയാത്ര നടത്തണം, നിങ്ങൾ സ്ഥാപനമുണ്ടാക്കണം, നിങ്ങൾ പുസ്തകമുണ്ടാക്കണം, നിങ്ങൾ പള്ളി ഉണ്ടാക്കണം. ഒറ്റ പറച്ചില. നിങ്ങൾ നോക്കി എ.പി. സാദ് എത്ര കിതാബുണ്ടാക്കി, എത്ര പള്ളികൾ ലോകത്തും ഉണ്ടാക്കി, എത്ര സ്ഥലത്തും എന്തിനെല്ലാം പോകുന്നു, എന്തെല്ലാം. ഇത് ബഹുമാനപ്പെട്ടവരുടെ ഓരോ ഒറ്റ പറച്ചില. അപ്പൊ അവർക്ക് എ.പി. സാദിന് വേണ്ടത് അവർക്ക് കൊടുത്തു. ബഹുമാനപ്പെട്ടവരുടെ ഖലീഫയായി സുൽത്താനുൽ ഉലമ അവരാണ് സിയം വലിയുള്ളാഹിന്റെ ഏറ്റവും വലിയ കറാമത്തായി നമുക്കിപ്പോൾ കാണാനുള്ളത്. അത് അവർ ഖലീഫയാണ് എന്നതിന് തെളിവ് നിങ്ങൾ നോക്കി. അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത മേഖല എന്തോ ഉണ്ടോ? ഏത് വിഷയവും കൈകാര്യം ചെയ്യാൻ കഴിയും. എല്ലാ സ്ഥലത്തും അവർക്ക് സ്വീകരണമാണ്, അവർക്ക് അംഗീകാരമാണ്. ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല എല്ലാ രാജ്യത്തും ഇവിടുത്തെ ഭരണാധികാരിയുടെയിലും പണക്കാരുടെയും രാഷ്ട്രീയക്കാരുടെയും അതൊരു ഉത്സാഹം എന്ന് പറഞ്ഞാൽ എന്തൊരു സ്നേഹവും ബഹുമാനവും ആദരവാണ്. അൽഹംദുലില്ലാഹ്.
അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ ഒരു പൊരുത്തവും ബർക്കത്തൊക്കെ അള്ളാഹു നമുക്ക് എല്ലാം നിലനിർത്തി തരുമാറാകട്ടെ. അവരുടെ ദുആ അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവരും നൽകണേ റഹ്മാനെ. അർഹമുർ-റഹീമായ റബ്ബേ, നീ ഇത്തരം മഹത്തുക്കളെ മനസ്സിലാക്കാനും അവരെ ആദരിക്കാനും സ്നേഹിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീക്ക് നീ നൽകണേ റഹ്മാനെ. ഞാനിപ്പോൾ നമ്മുടെ തഴവ അടുത്ത പ്രദേശത്തുകാരനായ വലിയ പണ്ഡിതനാണ്. അദ്ദേഹം നമ്മളാ ഭാഗത്തൊക്കെ വേദന വരും. എപ്പം കണ്ടാലും ചോദിക്കുക, എന്താ അവർ പറയുന്നത്, അവരെന്താ പറഞ്ഞത്, അവരെ വർത്താനം എന്താന്ന് ചോദിക്കും. വലിയ സന്തോഷമാണ്. അദ്ദേഹം ഒരിക്കൽ കൊടുവള്ളിയിലെ വട്ടോളിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ കയറി വന്നു. അവരോട് കയറി വരുന്നേരം എല്ലാവർക്കും വലിയ പെരുന്നാളാണ്. കയറി വന്നിട്ട് പറഞ്ഞു, വല്ലാഹി ഖദ് ഹദറ ഫി ഹാദൽ മജ്ലിസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും തക്ബീറില്ലേ. വല്ലാഹി ഖദ് ഹദറ ഫി ഹാദൽ മജ്ലിസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മജ്ലിസിൽ അല്ലാഹുവിൻ്റെ റസൂൽ ഹാജറുണ്ട്, തഴവനോട് ദ്വാരക്കാൻ പറഞ്ഞു. ഞാനൊരിക്കൽ ഈ തഴവൻ്റെ ആ കാണാൻ ഈ നാട്ടിൽ കൂടി പോണ സമയത്ത് അടുത്തി എന്നോട് പറഞ്ഞു, മൂപ്പരെ കബറ് കുഴിച്ചു. ഓരോരോ കല്ലുമ്മലും 12,000 കൊല്ലു അള്ളാഹു മന്ദിരിച്ച് കഴിഞ്ഞ് കബറ് കുഴിച്ച് ശരിയാക്കി വെച്ച്. എന്നോട് പറഞ്ഞു, നിങ്ങളിവിടെ വന്നിട്ട് ആ മക്ബറിൻ്റെ ആളൊന്ന് പോയിട്ട് കബറ് മറയുന്നതിന് മുമ്പ് ആ കബറിൻ്റെ അടുത്ത് പോയിട്ട് ഒരു യാസീന് CM വലിയുള്ളാക്ക് ഓതിയിട്ട് ദ്വാരക്കണമെന്നാണ്. ഞാനെന്നൊരു ചെറിയ കുട്ടിയല്ലേ, ഒരു വലിയ പണ്ഡിതനല്ലേ. ഞാൻ മൂപ്പര് പറഞ്ഞോണ്ട് പോയി യാസീൻ ഓതി ദ്വാരക്കാൻ വേണ്ടി 18 അടവും പാറ്റിയിട്ട് മൂപ്പര് ദ്വാരക്കുന്നില്ല. എന്താ പറയുന്നത്? മടവൂർ ആ നാട്ടിന് തൊട്ടടുത്തുള്ള ആളല്ലേ നിങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ ദ്വാരക്കണമെന്ന്. അവരോടുള്ള ബഹുമാനം നിങ്ങൾ നോക്കുക. സുബ്ഹാനല്ലാഹ്. ആര്? നമ്മുടെ പ്രദേശത്തുകാരനായ വലിയ പണ്ഡിതൻ്റെ ഒരു കഥയാണ്. ഇനി ലോകത്ത് അറിയപ്പെടുന്ന വലിയ വലിയ പണ്ഡിതന്മാർ, ഇപ്പോൾ ശംസുൽ ഉലമ എന്നറിയും, നമ്മളെ കേട്ടിയില്ലേ ശംസുൽ ഉലമ? എത്ര വലിയ പണ്ഡിതനാണ്. 6ാം ക്ലാസ്സിലെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള പോലെ വലിയൊരു വാക്കിയാത് സ്വാലിയാതിന് ഫസ്റ്റ് റാങ്ക് പാസ്സായി. 99 മാർക്കിട്ട് ഉസ്താദിനോട് ചോദിച്ചു, ഒരു മാർക്ക് എന്തിനാ കുറച്ചത് ചോദിച്ചിട്ട് 100 മാർക്കും അടിച്ച അത്ര വലിയ ലോകത്ത് അറിയപ്പെടുന്ന വലിയ ബുദ്ധിമാനിയാണ്. നമ്മളെ വൈലത്തൂർ തങ്ങളോട് ബഹുമാനപ്പെട്ട CM വലി ചോദിച്ചു, നിങ്ങൾക്ക് ശംസുൽ ഉലമ അറിയോ? എത്ര വലിയ മഹാനാണ്. എന്നാൽ അവരെ ശൈഖാഹുന്ന മൊഹീദ്ദീൻ നഖ്ശബന്ദി റളിയല്ലാഹു തങ്ങളെപ്പറ്റി CM വലിയുള്ള പറഞ്ഞത് 100 ശംസുൽ ഉലമയായാൽ മൊയ്തീൻ സാഹിബ് ആവൂല എന്നാണ്. 100 ശംസുൽ ഉലമയായാൽ CM വലിയുള്ളാൻ്റെ ശൈഖാകുന്ന മൊഹീദ്ദീൻ സാഹിബ് ആവുകയില്ല. അപ്പോൾ ഒരാളെ ദറജ വലുപ്പം എത്രയാണെന്ന് പടച്ച റബ്ബിനല്ലാണ്ട് കണക്കാക്കാൻ കഴിയില്ല. അല്ലാഹു തആല കൊടുക്കുന്നത് എത്രയാണ്. നിങ്ങൾ നോക്കി, കോഴിക്കോട് 28 കൊല്ലമായി കഴിഞ്ഞു പോയ ഒരാളെ ചരിത്രം, അവരെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ പ്രദേശത്ത് ഭക്ഷണം ഉണ്ടാക്കി എത്രയോ സ്ത്രീകൾ വന്നു. എന്താണ് അവരോടുള്ളൊരു ബഹുമാനമാണ്. എന്താണതിന് കാരണം? എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ബഹുമാനപ്പെട്ട CM വലിയുള്ളാൻ്റെ പിതാവ് വലിയ പണ്ഡിതനാണ്. പിതാവിൻ്റെ പിതാവും വലിയ പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ട അവരെ പിതാവിൻ്റെ പിതാവ് വലിയ ആലിമീങ്ങളും ആ നാട്ടിലെ ഖാദിമാരും ജനങ്ങൾക്ക് സേവനത്തിൽ വലിയ മുദ്ര പതിപ്പിച്ച ആളുകളുമാണ്. പിതാവിൻ്റെ പിതാവ് 14 ഹജ്ജ് 2 ഹജ്ജ് നടന്ന് ചെയ്ത ആളാണ് അവർ. അപ്പം അവരെ വാപ്പ അങ്ങനെ വയന്ന് പറയാൻ പോവുകയും തീർച്ചയായിട്ടും ചെയ്യുന്ന ഒരാളാണ്. ഒരിക്കൽ ഹറമിൽ പോയ സമയത്ത് അവിടെ നിന്നാണ് CM വലിയുള്ളാനെ സംബന്ധിച്ചുള്ള നിർദ്ദേശം അവർക്കുണ്ടായത്, നിങ്ങൾക്കൊരു വലിയ ജനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. തുടക്കം അതാണ്. അങ്ങനെ ഇവിടെ വന്ന് വയതിൻ്റെ സദസ്സിൽ ഒരു കാര്യപ്പെട്ട മഹാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഒരു വലിയൻ്റെ പിതാവ് വഹിക്കുന്നു. അങ്ങനെ പൂർവികരായ മഹത്തുക്കൾ സ്വപ്നത്തിലൂടെയും അല്ലാതെയും വിശാരത്ത് നൽകപ്പെട്ട അമ്പിയാക്കളെ വിശാരത്ത് നൽകിയത് നമുക്കറിയാം. ഔലിയാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ വിവരങ്ങൾ നൽകപ്പെടുന്നു. ബഹുമാനപ്പെട്ട പിതാവിനും പല ആളുകൾക്കും അറിയിക്കപ്പെട്ടു. അങ്ങനെ ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി അവർ ജനിച്ചിട്ട് എന്താണ് അവർ ചെയ്തത്? 30 കൊല്ലത്തോളം ഇൽമു പഠിച്ചു. എങ്ങനെ ഇൽമു പഠിക്കൽ? ഒരു കിതാബ് ചെല്ലിച്ചാൽ ആ കിതാബ് പിന്നെ നോക്കൂല, അടക്കടക്കും. എന്താണ് ഉസ്താദ് ചോദിച്ചാൽ അതിനൊക്കെ മറുപടി അറിഞ്ഞു കൊടുക്കും. ഇതല്ലേ ഏറ്റവും വലിയ കറാമത്ത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
മോചിതത്തിൽ ഏറ്റവും വലിയ മോചിതത്തിൽ ഇൽമാണ്. ഇൽമാണ് ഏറ്റവും വലിയ കറാമത്തായിട്ട് ഔലിയാക്കൾ. ഇത്രയധികം ഇൽമ്, അതിൻ്റെ എല്ലാ വിഷയങ്ങളും, ഇംഗ്ലീഷും തമിഴും ഉറുദുവും ഭാഷകളറിയുക, മറ്റു വിഷയങ്ങളറിയുക, എല്ലാ കാര്യങ്ങളും വിശദമായി പഠിച്ചു. ഈ പഠിക്കുന്ന കാലത്ത് ഒന്ന് പഠിച്ചാൽ അതനുസരിച്ചാമ്പ്. മുത്താലിമായ കാലത്ത് നടന്നു പോകുമ്പോൾ 3 നേരവും നടന്നു പോകുന്ന സമയത്ത് കൂടെ പോണ ആളെ ഒരക്ഷരം മിണ്ടൂലോ അല്ലേ, ഒരനാവശ്യ സംസാരം ചെറുപ്പത്തിലേ ഇല്ല, ഒന്ന് മുറിയുന്ന അവസരമില്ല. അങ്ങനെ പഠിച്ച് വെല്ലൂർ ബാക്കിയാത്ത് സ്വാലിയാത്ത് ഫസ്റ്റ് റാങ്ക് പാസ്സായി മടവൂരിൽ വന്ന് ദർസെടുത്തി. അങ്ങനെ 10 കൊല്ലം ദർസെടുത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ബഹുമാനപ്പെട്ട മൊഹീദ്ദീൻ നഖ്ശബന്ദി എന്ന് പറയുന്ന ശൈഖിൻ്റെ അടുക്ക് 10 കൊല്ലം പോയി പിന്നെയും ഖിദ്മത്ത് എടുക്കുകയാണ്. അവർ വഫാത്തിൻ്റെ ശേഷമാണ് പിന്നീട് പുറത്തൊക്കെ ഇങ്ങനെ ഇറങ്ങലും നടക്കലും തുടങ്ങിയത്. ഈ നടക്കുന്ന കാലത്ത് അവർ ചെയ്തതെന്താ? 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് സമാധാനം നൽകി. സ്വാതന്ത്ര്യ പ്രവർത്തനം. ഇന്നിപ്പോൾ പലരും സ്വാതന്ത്ര്യം നടത്തുന്നവരുണ്ട്. എന്താ സമാധാനം കൊടുക്കല? ഒരു ദിവസം 700-800 ആൾ അവരെ കാണാൻ വരും. അവർക്ക് മുഴുവനും ആവശ്യമുള്ളത് പറഞ്ഞു കൊടുക്കും. ഇവിടുന്ന് നമ്മുടെ സുബൈർ ഹുസിയാർ പോയിക്കുന്നത്, താഹമലിയാർ പോയിക്കുന്നത്, പല ഇയാൾ പോയി. നിങ്ങളുടെ പേരെന്താ? ജബ്ബാർ ഹുസിയാർ. അങ്ങനെ പലരും പോയിക്കുന്നു. ഇവർ പോയ ആളുകൾ ഒരു പ്രാവശ്യം കണ്ട വിഷയം ഒരു പറഞ്ഞാൽ ജീവിതത്തിൽ അത്ര വലിയൊരു സന്തോഷമുള്ള കാര്യം അവർക്ക് പറയാൻ വേറെ ഉണ്ടാവില്ല. കോടിക്കണക്കിന് ആളുകൾ അവരെ കണ്ടു. ഒന്ന് മുഖത്ത് നോക്കി ചിരിച്ചാൽ അവർ ചെന്നാൽ എന്താ പേര്, എന്താ വന്നത്, പോകാം, കഴിഞ്ഞ്. പിന്നെ അത്യാവശ്യം എന്താ പറയാനുണ്ടോ ചിലപ്പോൾ പറഞ്ഞു നിൽക്കും. അങ്ങനെ സ്വാതന്ത്ര്യം നൽകി ഓരോരുത്തർക്കും. അവർ വരുന്നത് ചിലപ്പോൾ രോഗം മാറാനായിരിക്കും, അല്ലെങ്കിൽ വേറെ കടം വീടാനായിരിക്കും, അല്ലെങ്കിൽ വെച്ച കച്ചവടത്തിനായിരിക്കും. രണ്ടാമത് അവരുടെ അടുത്ത് പോണത് അവരെ പാരത്രികമായ ചിന്തയും അതിൻ്റെ വളർച്ചയ്ക്കും ആവശ്യപ്പെട്ടുകൊണ്ട് അവരെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന പണിയാണ് അവർ ചെയ്തത്. അങ്ങനെ എത്ര വലിയ വലിയ പണക്കാർ നേതാക്കന്മാരും ഒരാളായി ഓരോരാളുകൾക്ക് ആവശ്യമുള്ളത് കൊടുത്ത് ബഹുമാനപ്പെട്ട താജുൽ ഉലമയോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സമസ്തൻ്റെ പ്രസിഡൻ്റാക്കിയതാണ്. ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, ഞാൻ പ്രസിഡന്റോ? എത്രയാൾ ബാക്കിയുള്ളവരൊക്കെ അല്ലേ, ഞാൻ നിങ്ങളെ ആക്കി. സുബ്ഹാനല്ലാഹ്. എപ്പോഴും താജുൽ ഉലമ പറയുമായിരുന്നു, ബഹുമാനപ്പെട്ട CM വലിയുള്ള എന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പ്രസിഡന്റ് ആയതെന്ന് അറിയാം. എപ്പിസാദ് താജുൽ ഉലമാന്റെ മദ്ഹ് പറയുന്നത് അറിയോ? താജുൽ ഉലമ സയ്യിദാണ്, വലിയ പണ്ഡിതനാണ്, ആരിഫാണ്, വലിയാണ്, സാക്കിറാണ്. അതിനൊക്കെ പുറമെ ശക്തമായ നേതൃത്വം നൽകിയ ആളാണ്. ഇവിടെ എതിരാളികൾ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്ത സമയത്ത് ആലിമീങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകി. ഈ നേതൃത്വത്തിന്റെ പിന്നിലുള്ള കഥ CM വലിയുള്ളാൻ്റെതാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, അവർക്ക് വേണ്ട സ്വാതന്ത്ര്യം, ധൈര്യം നൽകിയത് അവരാണ്. ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ. ഇപ്പോൾ CM വലിയുള്ളാനെ പറ്റി പല ആളുകളും മദ്ഹ് പറയുന്നവരുണ്ട്. പറഞ്ഞ് കാട് കയറിപ്പോവും. ബഹുമാനപ്പെട്ടവരെ പറ്റി പറയാൻ ലോകത്ത് അർഹതയുള്ള ആൾ ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമയാണ്. ഞാൻ സിറാജ് പത്രത്തിൽ കഴിഞ്ഞ ആഴ്ച എപ്പിസോഡ് എഴുതി, അതൊക്കെ എല്ലാവരും വായിച്ച് പഠിച്ചോളി. കണ്ണൂട്ടൻ ആനൽ കാണാൻ പോയാലാവും എല്ലാവരും പറയൽ. അവരങ്ങനെയാണ്, ഇവരെങ്ങനെയാണ്, അങ്ങനെയൊന്നും എല്ലാവരും അവരെ സംബന്ധിച്ച് ശരിക്ക് ചെറുപ്പത്തിലേ അറിഞ്ഞ് മനസ്സിലാക്കി അവരെ ബഹുമാനിച്ചു കൂടിയ ഒരാൾ സുൽത്താൻ ഉലമാന്റെ മാതിരി വേറെ ഉണ്ടാവില്ല. കാരണം അവരെ ചെറുപ്പത്തിലെ അവരെ പറ്റി അടുത്ത നാടാണ്, കേൾക്കാൻ തുടങ്ങും, അങ്ങനെ കാണാൻ പോകും. ഒരു കാലത്ത് കാണാൻ പോയ സമയത്ത് രാത്രി നേർ വെളുക്കുന്നവരെ അവർ സുന്നത്ത് കയറി പോകും. ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദ് നിൽക്കുന്ന പോലെ കാണാൻ വേണ്ടി. കാണാൻ പോയാൽ പിന്നെ പോയിക്കാളല്ലേ, അത് വീടല്ലേ, അനുവാദമില്ലാതെ കടക്കാൻ പറ്റുമോ? അങ്ങനെ ഉറക്കു കഴിഞ്ഞ് സുബഹി വരെ നിന്ന് അങ്ങനെ ബന്ധപ്പെട്ടവർ ബഹുമാനപ്പെട്ടവരെ നിങ്ങൾ നോക്കി അവരോട് പറഞ്ഞത്, നിങ്ങൾ വിദേശയാത്ര നടത്തണം, നിങ്ങൾ സ്ഥാപനമുണ്ടാക്കണം, നിങ്ങൾ പുസ്തകമുണ്ടാക്കണം, നിങ്ങൾ പള്ളി ഉണ്ടാക്കണം. ഒറ്റ പറച്ചില ഞങ്ങൾ നോക്കി. എപ്പിസാദ് എത്ര കിതാബുണ്ടാക്കി, എത്ര പള്ളികൾ ലോകത്തും ഉണ്ടാക്കി, എത്ര സ്ഥലത്തും എന്തിനെല്ലാം പോകുന്നു, എന്തെല്ലാം. ഇത് ബഹുമാനപ്പെട്ടവരുടെ ഓരോ ഒറ്റ പറച്ചില. അപ്പൊ അവർക്ക് എപ്പിസാദിന് വേണ്ടത് അവർക്ക് കൊടുത്തു.
അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ അവർ ഒരിക്കൽ പറഞ്ഞ്, എനിക്ക് എല്ലാ അധികാരവും അള്ളാഹു തന്ന ആളാണ് ഞാൻ അള്ളാഹുവിൽ നിന്ന് ചില അധികാരികളുമായി വന്നാന്ന്. എന്തെല്ലാം അധികാരമാണ്! എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അവർക്ക് അധികാരമാണ്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്. ഒരാളോട് പറഞ്ഞു, ഞാൻ എന്നെ ഈ കൊല്ലം ഹജ്ജിന് പറഞ്ഞേക്കുന്നത്. അയാൾ പറഞ്ഞ് പൈസയൊന്നുമില്ല, ഞാൻ എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് പോയാൽ മതി. അയാൾ ട്രെയിനിൽ കയറി നോക്കുമ്പോൾ ഒരാൾ കാത്തൊക്കെയുണ്ട്, കൂട്ടിപ്പോയി. അങ്ങനെ ട്രെയിൻ മൂന്നാമത്തെ കപ്പലിൽ പോകുന്ന കപ്പലൊക്കെ പോയി രണ്ടാമത് ബെഞ്ചിൽ കയറി വന്നിട്ട് തിരിച്ചു വന്നു. അവർക്ക് അവിടെ ജോലിയുണ്ട്, രാജാവിൻ്റെ അടുത്ത് ജോലിയുണ്ടെന്ന്. ഞാൻ വിശദമായി ഇപ്പോൾ പറയാം, നിങ്ങളൊക്കെ അതൊക്കെ കേട്ടിട്ടുണ്ടാവും. മലബാർ ഹസൻ കുരിക്കൽ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ അവർക്ക് ഹജ്ജിന് പോകാൻ മൂന്നാം കപ്പൽ ഇവിടെ പാസ്സാക്കി. ട്രെയിന് ടിക്കറ്റ് എടുക്കാൻ ആള്, ഭക്ഷണം, ജോലി. ബഹുമാനപ്പെട്ട വയലത്തൂർ തങ്ങൾ പണ്ട് പറയാം, ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റ്, ആ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ അവർക്ക് അധികാരം. നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞുതരാമെന്നറിയാം. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഖലീഫ അല്ലേ എൻ്റെ പ്രിയപ്പെട്ട മോമിനികളെ? നീ ജായുക്ക് ഇന്നാസി ഖലീഫ എന്ന് പറഞ്ഞാൽ ഖിലാഫത്തല്ലേ? ഇൽമു പഠിച്ചിട്ട് ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി തയ്യാറായപ്പോൾ ഇൽമു പഠിച്ച് അമൽ ചെയ്യുമ്പോൾ അള്ളാഹു അവരുടെ കയ്യാവും കാലാവും കണ്ണാവും എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്തൊക്കെയോ അള്ളാഹു എന്തൊക്കെ വേണോ അതൊക്കെ കൊടുക്കുന്നതിൻ്റെ അർത്ഥമോ എല്ലാം കൊടുക്കല്ലോ. അങ്ങനെ കൊടുത്ത ഒരാളിവിടെ ധാരാളം നമുക്കൊക്കെ കാണിച്ചു തന്നു, അനുഭവത്തിൽ കണ്ടു. അതാണ് ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് പറഞ്ഞാൽ എഴുതിയാലോ യാതൊരു ഹദ്ദും ഹസ്റുമില്ല. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ബഹുമാനപ്പെട്ട കാന്തപുരം സാദ് പറയുന്നത്, എൻ്റെ ലാഹിറും ബാത്തിനുമായ മുറബി അവരാണെന്ന് സ്ഥാനത്താനല്ല പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം വേറെ എന്താ പറയാനുള്ളത്? ബഹുമാനപ്പെട്ടവരെ അവർ വഫാത്തായ സമയത്ത് ഉടനെ ഓടിയെത്തുന്നു. 9:30 മണിക്ക് 9:15 മണി സമയത്ത് വെള്ളിയാഴ്ച രാവിലെ വഫാത്താകും. അത് തന്നെ വഫാത്താകുന്ന ആ സമയമോ ഞങ്ങളൊന്നൊരു ഇതിൽ വായിച്ച്, സൗദി അറേബ്യയിലെ സമയമാണ് പോലെ എപ്പോഴും വാച്ച് ശരിയാക്കിക്കുക. അവിടുത്തെ സുബൈൻ്റെ സമയത്താണ് വഫാത്ത്. രാവിലെ ജനിക്കുന്നത് ഫീ റബീഇൽ അവ്വലി മൗലിദി ഖൈരിൽ മുർസലീൻ ഫിറനാസും ബിഹുബ്ബി സിയമിനൽ വലീൻ. വല മൗലിദ് കാണാം. റബീഉൽ അവ്വൽ 12 സുബൈനെ മുൽപ്പെട്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വഫാത്തായ അതേ സമയത്താണ് സിയം വലിയുല്ലാഹി വഫാത്താകുക. ആലോചിച്ചു. ആ രാത്രിയെ ഒരാൾ ബഹുമാനിച്ചാൽ അവന് എല്ലാ വിജയവും കിട്ടി. നാം വലിയ മഹാന്മാർ പറയുന്നത് ലൈലത്തുൽ ഖദറിലേക്കാണ് പ്രധാനപ്പെട്ട സമയമാണ് റബീഉൽ അവ്വൽ 12 എന്നാണ് പറയുന്നത്. ആ സമയത്ത് സുബൈൻ്റെ അല്പം മുൽപ്പെട്ടാണ് സിയം വലിയുല്ലാഹിനെ പ്രസവിക്കുന്നത്. റസൂലുള്ളാഹിനോടുള്ള ആ ഒരു ബന്ധത്തിൻ്റെ പ്രകടനം. വഫാത്ത് 63-ാമത്തെ വയസ്സിൽ. ആലോചിച്ചു. നമ്മളൊക്കെ റസൂലുള്ളാഹിന്റെ പ്രിയവും മഹബത്ത് പറയുന്നല്ലാണ്ട് സുബ്ഹാനഹു അവിടുത്തെ ഇൽമു പഠിച്ച് അവിടുത്തെ മഹബത്ത് ജീവിതത്തിൽ ഇങ്ങോട്ട് പകർത്തുന്നതിന് വേണ്ടി എത്രമാത്രം അധ്വാനമാണ്. എന്നോട് ഒരിക്കൽ പറഞ്ഞു, ഞാൻ കൊടുവള്ളിയിലെ തണമൽ വെച്ച് റസൂലിനെ കണ്ട്, വയനാട്ടിൽ വെച്ച് കണ്ടു. കണ്ടാൽ പിന്നെ കൂടണം, കൂടിയാൽ പിന്നെ പിരിയൂല. അതാണ് ബഹുമാനപ്പെട്ട സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ എല്ലാം ആവുന്നിടത്തോളം പകർത്തിയെടുത്തു. നമ്മൾ കാണുന്ന ഒരാളല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ തഴവക്ക് സിയം വലിയുല്ലാഹിനെ കാണാൻ പ്രായമുണ്ട്. ശംസുൽ ഉലമാക്ക് പ്രായമുണ്ട്. ശംസുൽ ഉലമ അവരെ കാണാൻ പോയ സമയത്ത് ഒരിക്കലും ഞാനുണ്ടൊപ്പരോ ബഹുമാനപ്പെട്ടവർ ഇരുന്നിട്ടില്ല. സുബ്ഹാനല്ലാഹ്, കൈ പിടിച്ച് ചുംബിച്ച് അങ്ങനെ മന്ത്രിച്ചു കൊടുത്ത് പോവുകയാണ്. അപ്പോൾ വീട്ടുകാരൻ പറഞ്ഞ് ഭക്ഷണമുണ്ട്, ഇവരെ വിളിക്കൂന്ന്. ഭക്ഷണത്തിൽ ഇരിക്കുന്നതിന് ഒരു തൽക്കാണി, ഒരു വെള്ളം വിരിച്ച് തൽക്കാണി 2 തൽക്കാണി വെച്ച് ലൈമല ഇരിക്കുന്നത്. അപ്പോൾ ഞാനും അവിടെ പോയപ്പോൾ ഭക്ഷണം കഴിച്ചാൽ പോയത് ഉച്ചക്ക്. എല്ലാവരെയും ഇങ്ങനെ ഇരുത്തി ചുരുക്കി പറഞ്ഞാൽ ഞാൻ മാത്രം ഒഴിവുണ്ട്. എന്നോട് പറഞ്ഞു എൻ്റെ ഇവിടെ വന്ന് ഇരിക്കുമെന്ന് പറയാം. ശംസുൽ ഉലമാനെ ഓർമ്മ എടുത്ത് ഒരു ഭക്ഷണം ഞാൻ കഴിച്ച ഓർമ്മയ്ക്കാണ് ചിലപ്പം. അങ്ങനെ അവരെ എല്ലാ പണ്ഡിതന്മാരും വലിയവരും ഒക്കെ അവരെ ആദരിക്കും. കാരണം എന്താ? അവർക്ക് അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ബന്ധം, അവിടുത്തെ ഇൽമു പഠിച്ച് അവിടുത്തെ മഹബത്ത് അങ്ങോട്ട് അതിനു വേണ്ടി മാത്രം ജീവിച്ച് ജനങ്ങൾക്ക് സാധനം നൽകി. ബഹുമാനപ്പെട്ട
ഖമറുലുലമ വഫാത്തിൻ്റെ സമയത്ത് അവിടെ എത്തി. അവസാനത്തെ തെൽക്കീൻ ചൊല്ലിക്കൊടുത്ത് ബഹുമാനപ്പെട്ടവർ ആദ്യത്തെ ദിയാർത്ത് എതിർത്ത് അവർ കുളിപ്പിക്കാൻ അവർ കൂടി. അങ്ങനെ എന്ത് വിഷയമുണ്ടെങ്കിലും ഹയാത്ത് കാലത്ത് ഏത് കാര്യം അവരോട് ചോദിക്കാൻ പോകും. പിന്നീട് വഫാത്തിൻ്റെ ശേഷം എപ്പോഴും അവരുമായി ബന്ധപ്പെടും. ഇപ്പം എന്തോ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടെങ്കിൽ സാധാ ഓരോ മധുഹ് ദർസിൽ ഇങ്ങനെ പറയും. നിങ്ങൾ അവിടെ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചു നോക്കി. എപ്പോഴും പ്രസംഗത്തിൽ അവരെ മധുഹ് പറയും, അവരെ ചരിത്രം പറയും. അവരെ ചരിത്രം പറയുന്ന സമയത്ത് അവരുമായി ബന്ധപ്പെടുമ്പോൾ അവർ കൂടെ ഉണ്ടാകും. നമ്മുടെ ഈ കേദാരും ഈ പ്രദേശത്തൊക്കെ വലിയ ബഹുമാനം, നമ്മുടെ ദാഹമായി ഇവരൊക്കെ വലിയ ബന്ധം. ഒരിക്കൽ പിന്നെ തൃശ്ശൂർ ഒരു സ്ഥലത്തൊക്കെ ചെല്ലുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു അസുഖമായ ആൾക്ക് സുക്കേട് ആര് വന്നാലും ചീത്ത അറിയും. ഈ കേദാരി വന്നാൽ പറഞ്ഞു അവരെ കൂട്ടത്തിലൊരാളുണ്ട്, ബഹുമാനപ്പെട്ട ആവേലത്ത് സയ്യിദന്മാർ വലിയ മഹാന്മാരാണ്. അപ്പോൾ തങ്ങളെ ഒരാളുണ്ട്, മോനുണ്ട്, ഇപ്പം മമ്പയിലും ഇസാമിനുണ്ട്. എന്നോട് അറിയാണ് എൻ്റെ ബാപ്പാക്ക് എളാപ്പ എന്ന് പറഞ്ഞാൽ അബ്ദുൽ ഖാദർ അഹദൽ റളിയല്ലാഹു അൻഹു നമ്മളെ വലിയ മാർക്കത്തിൻ്റെ പ്രസിഡൻ്റൊക്കെ ഇവരെ ഹജ്ജിന് ഒരു കത്ത് എഴുതിയല്ലേ ജ്യേഷ്ഠൻ അറിയുവാൻ. ഞാൻ CM വലിയുള്ളാൻ്റെ 2 പ്രാവശ്യം ഇവിടെ കണ്ടു എന്ന് പറഞ്ഞാലേ മക്കത്ത്. അവർ കോഴിക്കോടുണ്ട് ആ സമയത്ത്. ഒരേ സമയത്ത് പല സ്ഥലത്തും കണ്ട ചരിത്രം ധാരാളം ചരിത്രമുണ്ട്. പൊന്നാനിയിൽ ഒരിക്കൽ വൈലത്തൂർ തങ്ങൾ ഓരോടി ദിയാർത്തിന് പോയപ്പോൾ ചായ പിടിക്കാൻ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇവർ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. വൈലത്തൂർ തങ്ങൾ പറഞ്ഞു ഇന്നലെ ഒരു ഇവിടെ വരില്ല, ഞാനവിടെ കൂടെ ഉണ്ടല്ലോ. അങ്ങനെ രണ്ടാളോട് തർക്കമായപ്പോൾ CM എന്ന് പറഞ്ഞു നിൻ്റെ കാര്യത്തിൽ തർക്കിക്കണ്ട, ഞാൻ അവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും. കറാമത്ത് അല്ലാഹു തആല അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ എത്രയാ കൊടുക്കുകയെന്ന് കണക്കുണ്ടാവില്ല. അങ്ങനത്തെ ഹയാത്ത് കാലത്ത് ഈ ബന്ധമുണ്ടായവർ ഇതുവരെ അത്ഭുതങ്ങൾ കാണിച്ചു. ഒരു വഫാത്തിൻ്റെ ശേഷം അവരെ ഈ കറാമത്തുകളൊക്കെ കൂടി വരിക ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോഴും ഹയാത്ത് കാലത്ത് അവർ സ്വാതന്ത്ര്യം നൽകി സഹായിച്ച് പല അധികാരം നൽകിയതുപോലെ ഇപ്പോഴും അവരെ മുഹിബ്ബീങ്ങൾക്ക് അവർക്ക് സമാധാനം നൽകുന്നു, സാന്ത്വനം നൽകുന്നു, അവരെ സഹായിക്കുന്നു. ഇവിടെയും അവരുടെ സാന്ത്വനമാണ്. അവർ വേലുണ്ടാക്കിയ ഭക്ഷണം അൽഹംദുലില്ലാ നമുക്കൊക്കെ അത് ഈമാൻ വർദ്ധിക്കുന്നതിന് കാരണമായ ബർക്കത്ത ഭക്ഷണമാക്കി തരുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങൾ ശിഫിയാകുന്നതിന് കാരണമാക്കി തരുമാറാകട്ടെ. നമുക്ക് എല്ലാവിധ സന്തോഷവും ലഭിക്കുന്നതിന് കാരണമായതാവട്ടെ. ഈ പ്രദേശത്ത് ഉൾപ്രദേശത്ത് അവരെ പേരിൽ സംഘടിക്കാൻ അല്ലാഹു നമ്മൾക്ക് നൽകി. അതിൻ്റെ ബർക്കത്ത് കൊണ്ട് അവർ പറഞ്ഞെന്താ അറിയോ, എൻ്റെ ആളുകൾ കോടാന കോടിയതാണ്. ഞാൻ വിചാരിക്കുക ഈ കോടാന കോടിയൊക്കെ ഉണ്ടാവുമോ. അത് അവരെ വഫാത്തിൻ്റെ ശേഷവും എത്രയോ ആളുകളെ അവരിലേക്ക് അള്ളാഹു അടുപ്പിക്കുന്നു. അവരിലൂടെ അവർക്ക് വലിയ വലിയ അധികാരങ്ങൾ ഇപ്പോൾ നൽകുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തൊരു ചെറുപ്പക്കാരുടെ ഓന് ഗൾഫിലായിരുന്നു. അവരെ മുഹമ്മദ് ഒരാളെ സ്വപ്നം കണ്ട് ഇവിടെ വന്ന് ഖാദിരിയ റാത്തീബൊക്കെ ഉണ്ടാക്കി ആ പ്രദേശത്ത് വലിയ പ്രവർത്തനം നടത്തി. ആ മഹലിലൊക്കെ ഇപ്പോൾ ആൾ മരിച്ച് അള്ളാഹു ആഖിറ പഠിച്ചു കൊടുക്കുമാറാകട്ടെ. അങ്ങനെ എത്ര ആളുകൾ. ഇപ്പോൾ മലേഷ്യയിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ, അയാൾ ഗൾഫുകാരനായിരുന്നു. അയാൾ പറയും പോലെ അവിടുന്ന് വന്നിട്ട് ഇപ്പോൾ മലേഷ്യയിൽ പോയി ഓറുമായിട്ട് വലിയ ബന്ധമുള്ള എത്രയോ മുഹിബ്ബീങ്ങളുണ്ട്. അർഹമുർ റഹീമായ തമ്പുരാൻ ഇവിടെ കൂടിയവരും അവരോടുള്ള പ്രിയത്തിൻ്റെ പേരിൽ കൂടിയവരാണ്. ഇവിടെ എന്ത് പറയുന്നു എന്നതല്ല, അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ ഔലിയാക്കൾ കാന്തപുരം സാദ് എപ്പോഴും പറയും തവഫനി മുസ്ലിമും വൽഹിഖ്നി ബി സ്വാലിഹീൻ എന്ന് പറഞ്ഞാൽ സ്വാലിഹീങ്ങളോടുകൂടി ചേർന്നിട്ട് മരിപ്പിക്കണമെന്നാണ് പറയുന്നത്. അവരോടുകൂടി ചേരുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? CM വലിയുല്ലാഹി 10 കൊല്ലം ഓതിയതിന് ശേഷമോ അല്ല 10 കൊല്ലം ദർസെടുത്തതിന് ശേഷം മൊയ്തീൻ സാഹിബിനോട് വന്നില്ലേ ബഹുമാനപ്പെട്ട ഹാറൂൻ ഉസ്മാൻ റളിയല്ലാഹു നിങ്ങൾ നോക്കി അദ്ദേഹത്തിൻ്റെ ഹാദിമായിട്ട് ഹാജ മൊഴിയന്തിനും ജിസി 20 കൊല്ലം നടന്നിരിക്കുന്ന പറയുന്നത്. ഹാജ അവർ കൂട്ടിക്കൊണ്ടുവിടുന്നു. അവർ കൊണ്ടുപോയിട്ട് റൗദാ ശരീഫിൽ സലാം പറയിപ്പിച്ച് അങ്ങനെ അവരുമായിട്ട് ഇടപെട്ട് നടന്നാണ്. അപ്പോൾ സ്വാലിഹീങ്ങളോട് ചേരുക. ഇവിടെ ഇവരെ വാപ്പ നേർപ്പ് അയാളെ വാപ്പ അബ്ദുൽ റസാഖ് മുസ്ലിയാർക്ക് എത്ര കൊല്ലാണ്? 35 കൊല്ലോ ഹിദമത്തോ. സ്വാലിഹീങ്ങളോടുകൂടി ചേരുക എന്ന് പറഞ്ഞാൽ അവരെ കാണുക, അവരെ മദ്ഹ് പറയുക, അവരെ പേരിൽ ഭക്ഷണം ഉണ്ടാക്കുകയും കൊടുക്കുകയും അവരെ മദ്ഹ് പറയിപ്പിക്കുകയും ചെയ്യുക, അവരെ ഇഷ്ടപ്പെടുക, അവരെ സിയാറത്ത് ചെയ്യുക. ഇതൊക്കെ അവരുമായി ചേരുന്നതിൻ്റെ ഭാഗമാണ്. ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമകൾ നോക്കി
ഇപ്പോഴും ഇപ്പോൾ മടവൂരിൽ വെച്ചിട്ട് ഒരാൾ പ്രസംഗിച്ചു പോയി, പ്രസംഗിച്ച ആളെ പേരൊന്നും പറയാതെ ഒരാശയവും പറയാതെ അവരെ സംബന്ധിച്ച് നല്ല അന്തസ്സായ നിലയിൽ അവരിങ്ങനെ സിറാജിൽ എഴുതിയങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊരു തോഫീക്ക തീയമ്പലുദാൻ്റെ വലിയ കറാമത്താണ്. അവരെ പറ്റി ആധികാരികമായി പറയാനൊരാളുണ്ടാക്കിയല്ലോ. എന്നിട്ട് പറഞ്ഞു നോക്കി, ഒരാൾക്കും ഒരു പ്രയാസവും ഒരു വിഷമവും ഇല്ലാതെ അവരെ പറ്റി പറഞ്ഞിരുന്നത്. അവരെ പറ്റി പറയുന്ന ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. പലരും മരണപ്പെട്ടു പോയി. നമ്മൾ ഈ കെ ദാരിമി ഉസ്താദും MK ഉസ്താദും ബൈരത്തൂർ തങ്ങളെപ്പോലത്തെ കുറേ പണ്ഡിതന്മാർ ഇന്നും മദ്ഹ് പറയുന്നവരുണ്ട്. അവരെപ്പറ്റി പറയാന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അള്ളാഹുവിൻ്റെ ഇൽമ് പഠിച്ചിട്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് അങ്ങോട്ട് കൂടിയിട്ട് അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രിയം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയം കൂടുതലാണ്. സുൽത്താനോടുള്ള പ്രിയമാണ് അള്ളാഹുവിനോടുള്ള പ്രിയത്തിൻ്റെ ഭാഗം. ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുമ്പോൾ നമ്മുടെ സിട്ടാവ് അള്ളാഹുവല്ലേ ഭക്ഷണം തരുന്നവരെല്ലാം അവനോട് ഇഷ്ടമുണ്ടെങ്കിൽ ഫത്തബിയൂനി അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റണമെങ്കിൽ റസൂലിനെ പറ്റി പഠിക്കണോ, അവിടുത്തെ മഹബത്ത് വേണോ, അവിടുത്തെ ബന്ധമാണോ, അതാണ് ഔലിയാക്കൾ. അതിൽ തുല്യതയില്ലാത്തൊരു കാലഘട്ടത്തിൻ്റെ ഒരു വലിയ നേതാവാണ് ബഹുമാനപ്പെട്ട സയ്യിദ് വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു. അവരെ പദവിനെ സംബന്ധിച്ച് അവർ തന്നെ ഒരിക്കൽ പറഞ്ഞ്, കൊടുവള്ളിയിലെ തീയര് തൊടുകയിൽ അഹമ്മദാജിൻ്റെ വീട്ടിൽ പോയിട്ട് ആകാശത്ത് കൈ ഉയർത്തിട്ട് പറഞ്ഞ പോലെ ഇല്ലാ റബ്ബി ലാ മിസ്ലി ഫി ഖർനിൽ ഹാദിരീൻ. പഠിച്ചോനെ എന്നെ പോലെ ഈ കാലഘട്ടത്തിൽ ഒരാളെ നീ പഠിച്ചിട്ടില്ലല്ലോ റബ്ബേ. അവരെന്നെ പറയാ, എന്താണത്? എന്തൊരു നിയമത്താ എനിക്ക് നീ തന്നത്? അതെന്താ? അവർ താമസിച്ച വീടുണ്ട്, അത് കോഴിക്കോട് ഇടിയങ്ങര. അത് നമ്മളെ ഇവരൊക്കെ പോയി അവിടെ പോയി കാത്തുന്ന നമ്മളൊക്കെ ആടെ പോലും. ആ വീട്ടിലെ വീട്ടുകാരൻ ആ വീട്ടിൽ ഇപ്പോഴും ഉണ്ട്. റമദാനിൽ അല്ല, എല്ലാ വെള്ളിയാഴ്ചയും രാത്രി ദിക്റില്ലു. ഒരു 12 മണി വരെ ഇങ്ങനെ കൂടി ദിക്റില്ലു. ആ ദിക്റ് ചെല്ലുമ്പോൾ കുറേ മഹാന്മാർക്ക് ഫാത്തിഹ ഓതും. ഒരിക്കൽ ഈ ഫാത്തിഹ അങ്ങനെ ഓതിയപ്പോൾ അവസാനമായ സമയത്ത് ഏകദേശം അവസാനമായപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഈ ആ കൂട്ടത്തിൽ നേതൃത്വം കൊടുക്കുന്ന ഒരു ബാബു എന്ന് പറയുന്ന അഹമ്മദ് കോയ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം താജുൽ ഉലമയോട് തരീഖത്ത് വാങ്ങിയാളാ. ഞാൻ താജുൽ ഉലമനെ ഇരുത്തിയിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ ആചാര്യ ഖാദിമാവുന്ന മുഹമ്മദാജി ബാബുവിനെ കൊണ്ടുവന്ന് ഇവന് തരീഖത്ത് കൊടുക്കണമെന്നാണ്. അപ്പം തന്നെ തങ്ങളൊന്നും അങ്ങനൊന്നും ആർക്കും ഒന്നും കൊടുക്കാവില്ല. ഓറ് പറഞ്ഞിരുന്നാണ്. അപ്പോൾ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഈ ബാബു എന്ന് പറഞ്ഞ ആൾ കാതിരിയത്ത് കൊടുത്ത് അങ്ങനെ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം CM വലിയുല്ലാൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് CM വലിയുല്ലാനോട് ഇവർക്ക് ബാബു വേറെ ആൾക്ക് തെരീക്കത്ത് കൊടുക്കാൻ വേണ്ടി സമ്മതം കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഉള്ളാൾ തങ്ങൾ ചോദിച്ച്, ആ ബാബുവിന് മാത്രമോ? എല്ലാവർക്കും എല്ലാം കൊടുക്കാൻ ഞാൻ നിങ്ങൾക്ക് സമ്മതം തന്നു എന്ന് പറയാർക്ക് ബഹുമാനപ്പെട്ട സുൽത്താൻ താജുൽ ഉലമാക്ക് ബഹുമാനപ്പെട്ട കാന്തപുരത്താനും ഒക്കെ കൊടുത്തിട്ട് എൻ്റെ പ്രിയപ്പെട്ട മുമ്പിൽ ഈ തെരീക്കത്തിൻ്റെ വശായികന്മാർ ഇവിടെ ഏർക്കും പോണ്ടിയില്ല. തഴവൻ്റെ കഥ ഞാൻ നാട്ടുകാരോട് പറഞ്ഞ തഴവൻ നമുക്കൊക്കെ അറിയാം, ശംസുലമാനെ പറയാം. ഇതുപോലത്തെ വലിയ വലിയ പ്രഗത്ഭന്മാരൊക്കെ ബഹുമാനിച്ച CM വലിയുള്ള അവരേലുള്ളൂ. അങ്ങനെ തന്നെ താജുൽ ഉലമാക്കും ഖബറുൽ ഉലമക്കും ഒക്കെ കൊടുത്തത്. അവരാണ് നമ്മളെ എല്ലാ തെരീക്കത്തും. CM വലിയുള്ള പറഞ്ഞെന്താ അറിയോ? 1,24,000 തെരീക്കുണ്ട്. ആ തെരീക്ക് എന്നിലൂടെ എന്നാണ്. അതൊക്കെ ബഹുമാനപ്പെട്ട സുൽത്താനമനെയും ബഹുമാനപ്പെട്ട നമ്മളെ താജുലുമക്കൊക്കെ ഉണ്ടായിരുന്നു. അള്ളാഹു അവരൊക്കെ പദവി വർദ്ധിപ്പിക്കുമാറാകട്ടെ. അപ്പോൾ ഇതൊക്കെ കിട്ടിയത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രിയം. ആ പ്രിയം നിലനിർത്തി റസൂലുള്ളാഹിനെ പിൻപറ്റി അങ്ങനെ അള്ളാഹുവുമായി ബന്ധപ്പെട്ടു. അള്ളാഹു തആല അവരെ കറാമത്ത് കൊണ്ട് നമുക്കൊക്കെ അള്ളാഹിൻ്റെ റസൂലിലുള്ള പ്രിയം അള്ളാഹു വർദ്ധിപ്പിച്ചിരുമാറാകട്ടെ. ഈ നാട്ടിൽ നമ്മൾ ഇയാൾ ഉദ്ദേശിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ തുണി അള്ളാഹു എളുപ്പത്തിൽ പൂർത്തിയാക്കി തരുമാറാകട്ടെ. നമ്മളൊക്കെ ദർസുകളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പഠിക്കാനും പഠിപ്പിക്കാനും നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ കുറേ ഉസ്താദന്മാർ കണ്ടവരുണ്ട്. അവരൊക്കെ ഞാൻ ബർക്കത്ത് രണ്ടുവാക്കി പറഞ്ഞതാണ്. നിങ്ങളുടെ ബർക്കത്ത്, നിങ്ങൾ മുഹിബ്ബീങ്ങളായ ആളുകൾ ഒരുമിച്ച് കൂടിയപ്പോൾ നിങ്ങളൊരു ബർക്കത്തിന് വേണ്ടിയാണ് ഞാനിവിടെ ഒരു ഹാദിമ പരിപാടിൻ്റെ ഖിദ്മത്ത് എന്ന നിങ്ങളെ ഇവിടെ എത്തിപ്പെട്ടു. അല്ലാഹു തആല നമ്മൾ ഈ കൂടലൊക്കെ അവർ ഇഷ്ടപ്പെടുന്ന കൂടലാക്കി തരുമാറാകട്ടെ. നിങ്ങളൊക്കെ പ്രത്യേകം ദുആർക്കണം എന്ന് ആവശ്യപ്പെട്ട് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അവർ ഹജ്ജിന് പോകുന്നുണ്ട്. ഹജ്ജിന് മുമ്പ് അല്ലാഹു ആഫിയത്തോടുകൂടി പൂർണ്ണമായ ഹജ്ജും ഉംറയും ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കണ്ട ധാരാളം ഉസ്താദന്മാരുണ്ട്. അവരൊക്കെ ഇൻഷാ അല്ലാഹ് 2 വാക്ക് സംസാരിക്കുകയും താഹ മുലിയാർ നമ്മുടെ ഈ പ്രദേശത്തെ നല്ലൊരു പണ്ഡിതനും
നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ മുശാവറ മെമ്പറും അങ്ങനെ അല്ലാഹു തആല അവരെ മഹബത്തിന് വലിയ ബർക്കത്ത് ചെയ്ത ഒരു പണ്ഡിതനാണ്. അല്ലാഹു തആല നമുക്കൊക്കെ നാഫിയായ ഇൽമ അല്ലാഹു വർദ്ധിപ്പിച്ചിരുമാറാകട്ടെ. എല്ലാ ആഫത്ത് മുസീബത്തിൽ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മളെ മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. അപ്പോൾ സ്ത്രീകൾക്കൊക്കെ ആവശ്യമുള്ള നല്ലൊരു ഉപദേശം അദ്ദേഹം നൽകും. ഒറ്റ വാക്ക് ഞാൻ പറയട്ടെ, എൻ്റെ സ്ത്രീകളെ, ബഹുമാനപ്പെട്ട CM വലിയുള്ളാൻ്റെ ഉമ്മാൻ്റെയും അവരെ ബഹുമാനിച്ച് സ്നേഹിച്ച സ്ത്രീകളെ ചരിത്രം എത്ര വലിയ ചരിത്രമാണ്. നമുക്കൊക്കെ അത്തരം സാലിഹീങ്ങളായ നല്ല ആളുകളെ പോറ്റി വളർത്താനുള്ള തൗഫീഖുള്ളവരിൽ അല്ലാഹു നമ്മളെ പെണ്ണുങ്ങളൊക്കെ അല്ലാഹു നീ ആക്കളെ റഹ്മാനെ. അല്ലെങ്കിൽ അവരോടുള്ള മഹബത്തുള്ളവർ തന്നെയെങ്കിലും അല്ലാഹു തആല നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ എറണാകുളം ഭാഗത്തൊക്കെ ധാരാളം സ്ത്രീകൾ CM വലിയുള്ളാൻ്റെ കറാമത്ത് പറയുകയും കേൾക്കുകയും അവിടെ സിയാറത്തിന് പോവുകയും, ഇല്ലെങ്കിൽ അവർക്കൊരു ഫാത്തിഹ ഓതിയാൽ മതി. എന്ത് വിഷയത്തിലൊരു ഫാത്തിഹ ചെറിയ നേർച്ചാക്കി അപ്പം ബലം ഉണ്ടാവും. അപ്പോൾ നോക്കി, അത് CM വലിയുള്ള തന്നെ പറഞ്ഞതാ. ഞാൻ നേരത്തെ പറഞ്ഞ കഥ വിട്ടുപോയി. അങ്ങനെ മോളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ആ റാത്തീബ് ചെല്ലുന്ന ആ വീട്ടുകാരൻ്റെ അഹമ്മദ് കോയ എന്ന് പറഞ്ഞ ബാബുവിനോട് പറഞ്ഞ്, ബാബു 21 ഫാത്തിഹ ഓതുക. 21ാമത്തെ ഫാത്തിഹ ഇലാ ഹദറത്തി ഖുതുബുൽ ആലം റഈസി സാഹിദീന മിൻ മശാരിഖിൽ അർളി ഇലാ മഗാരിബിഹാ ശൈഖ് മുഹമ്മദ് അബീബക്കറിൽ മടവൂരി ഖദ്ദസല്ലാഹു സിറൂൽ അസീസ് എന്ന് ചെല്ലുക എന്ന് ബഹുമാനപ്പെട്ട CM വലിയ നേരിട്ട് പറഞ്ഞു കൊടുത്തതാ. അതാണ് നേരത്തെ കൊടുവള്ളിയിലെ തെയ്യര് തൊടുകയിലെ അബൂഖറാജിൻ്റെ വീട്ടിൻ്റെ ബാക്കിൽ പോയിട്ട് ആകാശത്ത് കൈ ഉയർത്ത് പഠിച്ചോനെ എനിക്ക് എന്താ ചെയ്തത് പഠിച്ചോനെ എന്ന് ചോദിച്ചത്. ആ സ്ഥാനം എന്താണ്? ഖുതുബുൽ ആലം എന്ന് പറഞ്ഞ എല്ലാ മശായിഖമാരെയും മേലെയാണ് അവർ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി, ശൈഖ് അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു തുടങ്ങിയ മഹത്തുക്കളെ മാതിരി ബഹുമാനപ്പെട്ട ഈ കാലഘട്ടത്തിന് വലിയ ഒരു വലിയ നേട്ടത്തിന് വേണ്ടി അല്ലാഹു തആല പ്രത്യേകമായി നൽകിയത്. അത് അങ്ങനെ തന്നെ കൊടുത്തു. ബഹുമാനപ്പെട്ടവരുടെ ഖലീഫയായി സുൽത്താനുൽ ഉലമാ അവരാണ് CM വലിയുള്ളാൻ്റെ ഏറ്റവും വലിയ കറാമത്തായി നമുക്കിപ്പോൾ കാണാനുള്ളത്. അത് അവർ ഖലീഫയാണ് എന്നതിന് തെളിവ് നിങ്ങൾ നോക്കി. അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത മേഖല എന്തോ ഉണ്ടോ? ഏത് വിഷയവും കൈകാര്യം ചെയ്യാൻ കഴിയും. എല്ലാ സ്ഥലത്തും അവർക്ക് സ്വീകരണമാണ്, അവർക്ക് അംഗീകാരമാണ്. ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, എല്ലാ രാജ്യത്തും ഇവിടുത്തെ ഭരണാധികാരികളിലും പണക്കാരുടെയും രാഷ്ട്രീയക്കാരുടെയും അതൊരു എന്ന് പറഞ്ഞാൽ എന്തൊരു സ്നേഹവും ബഹുമാനവും ആദരവാണ്. അൽഹംദുലില്ലാഹ്. അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ ഒരു പൊരുത്തവും ബർക്കത്തൊക്കെ അള്ളാഹു നമുക്ക് എല്ലാം നിലനിർത്തി തരുമാറാകട്ടെ. അവരുടെ ദുആ അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവരും നൽകണേ റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, നീ ഇത്തരം മഹത്തുക്കളെ മനസ്സിലാക്കാനും അവരെ ആദരിക്കാനും സ്നേഹിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ.